Good evening, aspirants. ഇന്നത്തെ ടോപ്പിക് സൈബർ സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്കാണ്. ഇപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ എല്ലാ മീഡിയയിലും നോക്കുമ്പോൾ സൈബർ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇതൊരു വലിയ ഇമ്പാക്റ്റാണ് കറണ്ട് അഫയേഴ്സിലുള്ളത്. ഫസ്റ്റ്, അക്കോർഡിംഗ് ടു EY's means Ernst & Young's latest Global Information Security Survey, which is GISS 2018-19 സർവേ പ്രകാരം ഇന്ത്യയാണ് one of the highest number of cyber threats detect ചെയ്തിരിക്കുന്നത്. It's ranking second in terms of targeted attacks. So ബാങ്കിങ് ടെലികോമും ആണ് മേജർ ഏരിയാസ് ഈ സൈബർ സെക്യൂരിറ്റി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും മാനുഫാക്ചറിങ്, ഹെൽത്ത് കെയർ, റീറ്റെയിൽ ഓൾസോ ഫേസ് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് സൈബർ അറ്റാക്സ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റിംഗ് സൈബർ സ്പേസ് ആണ്, ഇൻക്ലൂഡിംഗ് ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫ്രം അറ്റാക്ക്, ഡാമേജ്, മിസ്യൂസ് ആൻഡ് എക്കണോമിക് എസ്പയനേജ്. അതായത് ഈ സ്പൈയിങ്, നമ്മൾ ഡാമേജ്, മിസ്യൂസ്, ഈ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യുക, എക്കണോമിക് പരമായിട്ടുള്ള സ്പൈയിങ് നടക്കുക, ഇതിൽ നിന്നൊക്കെ ഈ അറ്റാക്കിൽ നിന്നൊക്കെ ഈ നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നത്. ഇനി സൈബർ സ്പേസ് എന്ന് നോക്കാം. ആ ഡെഫിനേഷനിൽ തന്നെ സൈബർ സ്പേസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡെഫിനിഷൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഡൊമൈൻ ആണ് വിത്തിൻ ദി ഇൻഫർമേഷൻ എൻവിറോൺമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഇന്റർഡിപെൻഡൻറ്റ് നെറ്റ്വർക്ക് ഓഫ് IT infrastructures including internet, telecommunication networks, computer systems, embedded processors, controllers. So സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒരു എൻവിറോൺമെൻ്റ് ആണ്, ഗ്ലോബൽ ഡൊമൈൻ അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒക്കേഴ്സ് ചെയ്യുന്നതാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഡെഫിനിഷൻ എനിക്കൂടെ പതിയെ വായിക്കാം. സൈബർ സ്പേസ് ഈസ് എ ഗ്ലോബൽ ഡൊമൈൻ വിത്തിൻ ദ ഇൻഫോർമേഷൻ എൻവിറോൺമെൻറ്റ് consisting of the interdependent network of information technology infrastructures including the internet, telecommunication networks, computer systems and embedded processors and controllers. So cyber security വായിക്കുന്ന സമയത്ത് നമ്മൾ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 71 ഓഫ് ദ IT ആക്ട്, ആ IT ആക്ട് പ്രകാരം CI എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, it is a computer resource, the incapacitation or destruction of which shall have debilitating impact on national security, economic, public health or safety. സോ CII എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ആണ്. അതിൽ നമ്മൾ ഈ നാഷണൽ സെക്യൂരിറ്റി, എക്കണോമിക്, പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ഒക്കെ ലീക്ക് ചെയ്യുന്നവർ നമുക്കൊരു ഡിസ്ട്രക്ഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത്. സോ അതിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ റിസോഴ്സസ് ആണ് ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കമ്പ്യൂട്ടർ റിസോഴ്സ്. ദ ഇൻകപ്പാസിറ്റേഷൻ, അതൊരു കഴിവില്ലായ്മയാണ്, ഇല്ലെങ്കിൽ അതൊരു ഈ ഇൻഫോർമേഷൻ ലീക്ക് ആവുന്നത് ഒരു കഴിവുകേടായിട്ടാണ്, ഇല്ലെങ്കിൽ അതൊരു ഡിസ്ട്രക്ഷൻ, നമ്മൾ കൺട്രി ഫേസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രക്ഷനാണ്. നമ്മുടെ ഇൻഫോർമേഷൻ ലീക്ക് ആവുന്നതോടെ നമ്മുടെ സെക്യൂരിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ CII is defined as a computer resource, the incapacitation or destruction of which shall have debilitating impact on national security, economy, public health or safety. ഇനി സൈബർ അറ്റാക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ malicious and deliberate attempt by an individual or organization to breach the information system of another individual or organization. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് വേറൊരാളുടെ, ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പീപ്പിളിൻ്റെയോ വേറൊരാളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം വേറൊരു വ്യക്തി, വേറൊരു ഗ്യാങ് ലീക്ക് ചെയ്യുന്നതിനെയോ അത് ബ്രീച്ച് ചെയ്യുന്നതിനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നതിനെയാണ് സൈബർ അറ്റാക്ക്. അറ്റംപ്റ്റ് മാത്രമല്ല, അത് നടത്തുന്നതിനാണ് ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. ആ ഒരു അറ്റാക്കിനാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. മോട്ടീവ്സ് ബിഹൈൻഡ് സൈബർ അറ്റാക്സ്. ഈ സൈബർ അറ്റാക്സ് നടത്തുന്നതിൻ്റെ മോട്ടീവ്സ് എന്താണ്? To seek commercial gain by hacking banks and financial institutions. So banks, financial institutionsനെ ഹാക്ക് ചെയ്യുന്നത്, അതുമൂലം ഉണ്ടാകുന്ന ഒരു കൊമേഴ്ഷ്യൽ ഗെയിൻ. And to attack critical assets of a nation, to penetrate into both corporate and military data serves to obtain plans and intelligence. ഒരു കോർപ്പറേറ്റ് വേൾഡിൻ്റെ ആണെങ്കിലും ഒരു മിലിറ്ററി ഡാറ്റ അതിൻ്റെ പ്ലാൻസ് ലീക്ക് ആവുന്നതിനും പിന്നെ മോട്ടീവ്സാണ് ഈ സൈബർ അറ്റാക്സും കൊണ്ടുണ്ടാകുന്നത്.
It is also one of the motives to hack sites to virally communicate a message for some specific campaign related to politics and society. The types of cyber attacks എന്തൊക്കെയാണെന്ന് നോക്കാം. Malware, it is a short for malicious software, refers to any kind of software that is designed to cause damage to a single computer server or a computer network. Ransomware, spyware, worms, viruses ആൻഡ് ടോർജൻസ് ഇതൊക്കെയാണ് വെറൈറ്റീസ് ഓഫ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ എന്ന് പറയുന്നത് ഒരു മലീഷ്യസ്, ഒരു ഹാംഫുൾ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു എനി കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ. അതെന്തിനാണ് ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിനാണെങ്കിലും ഒരു സെർവറിനെ ആണെങ്കിലും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഇനി ഫിഷിംഗ്, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രൈങ് ടു ഗ്യാദർ പേഴ്സണൽ ഇൻഫോർമേഷൻ യൂസിങ് ഡിസെപ്റ്റീവ് ഇമെയിൽസ് ആൻഡ് വെബ്സൈറ്റ്സ്. ഇപ്പോൾ നമുക്കൊരു അൺവാണ്ടഡ് ഒരു ഇറലവൻ്റ് ആയിട്ടൊരു ഇമെയിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് നമ്മൾ സർഫിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അൺനെസസറിലി ഒരു വെബ്സൈറ്റ് വരുന്നു, നമ്മളത് ക്ലിക്ക് ചെയ്യാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. സോ ആ നമ്മൾ ആ ലിങ്ക് ആവശ്യമേ ഇല്ലായിരിക്കും, പക്ഷെ നമ്മളത് ക്ലിക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ആ മെയിൽസ് ഓപ്പൺ ചെയ്യും. സോ നമ്മൾ വൺസ് ആ മെയിൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹാക്ക് ചെയ്തിരിക്കുകയാണ് ആ ടൈം. നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അവർ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് അല്ലെങ്കിൽ DOS അറ്റാക്ക് ഈസ് ആൻ അറ്റാക്ക് മെന്റ് ടു ഷട്ട് ഡൗൺ എ മെഷീൻ ഓർ നെറ്റ്വർക്ക്, മേക്കിംഗ് ഇറ്റ് ഇൻആക്സസിബിൾ ടു ഇറ്റ്സ് ഇൻ്റർനെറ്റ് യൂസേഴ്സ്. നമ്മളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, ഇപ്പോൾ DOS അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു മെഷീൻ ഷട്ട് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് DOS അറ്റാക്ക്. കാരണം ദേ ആർ അറ്റാക്കിംഗ് ദ ഡിനയൽ ഓഫ് സർവീസ്. So DOS attacks accomplish this by flooding the target with traffic or sending the information that triggers a crash. And man-in-the-middle attacks, also known as eavesdropping attacks, occur when attacks insert themselves into a two-party transaction. Once the attacks interrupt the traffic, they can filter and steal the data. So ഇപ്പോൾ നമ്മളൊരു ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുന്നു, നമ്മളും ബാങ്കും തമ്മിൽ ഇടയിൽ വേറൊരു അറ്റാക്കർ അല്ലെങ്കിൽ ഒരു ഹാക്കർ ഒരു ടു-പാർട്ടി ട്രാൻസാക്ഷൻ ഇടയിൽ വരുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. സോ നമുക്കത് അറിയില്ല, അവർ ട്രാഫിക്കിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റാസ് സ്റ്റീൽ ചെയ്യുന്നു. സോ ദിസ് ഈസ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. ഇനി SQL ഇഞ്ചക്ഷൻ, നമ്മൾ SQL എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്, എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡാറ്റാബേസസ്. മെനി ഓഫ് ദ സെർവേഴ്സ് that store critical data for website and services use SQL to manage the data in their databases. A SQL injection attack specifically targets such kind of servers using malicious code to get the servers to divulge information it normally wouldn't. അതായത് SQL injection എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ എടുത്തിരിക്കുന്നത്. നമ്മളൊരു ലോഗിൻ, ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കോഡ് ഇൻജെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടേം നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് ലീക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ടൈപ്സ് ഓഫ് സൈബർ അറ്റാക്സ്. സോ എ SQL injection attack specifically targets such kind of servers using malicious code. സോ എന്താ പറയുന്നത്, ഒരു മലീഷ്യസ് കോഡ് വന്നിട്ട് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നതിനെയാണ്. അങ്ങനെ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാസ് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഡൈവേൾജ് ഇൻഫോർമേഷൻ ഇറ്റ് നോർമലി വുഡ് ഇറ്റ്. ആൻഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, സിമിലർ to an SQL injection attack, this attack also involves injecting malicious code into a website. ആ വെബ്സൈറ്റിൽ ഇപ്പോൾ ലൈക്ക് SQL ഇഞ്ചക്ഷൻ പോലെ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ഓൾസോ നമ്മൾ വെബ്സൈറ്റിലൊരു മലീഷ്യസ് കോഡ് ഇൻജെക്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ SQL ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് ഇൻജെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു മലീഷ്യസ് കോഡ് ഇൻജെക്റ്റ് ചെയ്യുന്നതിനെയാണ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് സെയിം വേ ഇറ്റ്സ് ഓൾസോ മെൻഷനിങ് ഇൻ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. അതൊരു വെബ്സൈറ്റിൽ ഇൻജെക്റ്റ് ചെയ്യുന്നു. ബട്ട് ഇൻ ദിസ് കേസ് വെബ്സൈറ്റ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ബീയിങ് അറ്റാക്ക്. വെബ്സൈറ്റ് മാത്രമല്ല അറ്റാക്ക് ആവുന്നത്. ഇൻസ്റ്റഡ് ദ മലീഷ്യസ് കോഡ് ദ അറ്റാക്കർ ഹാസ് ഇൻജെക്റ്റഡ് only runs in the user's browsers when they visit the attack website and goes after the visitor directly, not the website. നേരത്തെ വെബ്സൈറ്റ് മാത്രമാണെങ്കിലും ഇതിൽ വെബ്സൈറ്റ് മാത്രമല്ല. ഇപ്പോൾ ആ വിസിറ്റർ എന്തൊക്കെയാണോ അതിനുശേഷം ചെയ്യുന്നത് എന്നുള്ളതിന് they go after that visitor directly, not only the website, they goes after the visitor. ആ വിസിറ്റർ എന്തൊക്കെയാണ് പിന്നെ സർഫ് ചെയ്യുന്നത്,
സെർച്ച് ചെയ്യുന്നതൊക്കെ അത് ക്രോസ് സൈറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. Social engineering is an attack that relies on human interaction to trick users into breaking security procedures in order to gain sensitive information that is typically protected. So same definition ആണ് almost എല്ലാത്തിലുള്ളത്. Social engineering also it is ഒരു ട്രിക്ക് യൂസർ നമ്മുടെ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെയിൻ ദ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷനെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. So that is social engineering. Latest cases ഏതൊക്കെയാണെന്ന് നോക്കാം. WannaCry, Mirai botnet. And WannaCry എന്താണെന്ന് നോക്കാം. It was a ransomware attack that spread rapidly in May 2017. The ransomware locked users' devices and prevented them from accessing data and software until a certain ransomware paid to the criminals. Top 5 cities in India ഏതൊക്കെയാണ്? കൊൽക്കത്ത, ഡൽഹി, ഭുവനേശ്വർ, പൂനെ ആൻഡ് മുംബൈ. സോ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതും ഇനി നമ്മൾ തുടർന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ് കോയിൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പേ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. പേ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ തന്നെ സ്വയം ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജാണ് WannaCry ഈ റാൻസംവെയർ അറ്റാക്ക് കൊണ്ടെത്തിക്കുന്നത്. സോ ബിറ്റ് കോയിൻസ് ഒക്കെ അതാണ്. ബിറ്റ് കോയിൻസ് വഴി നമ്മൾ പേ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതാണ്. Mirai botnet. Mirai is malware that infects smart devices that run on ARC processors, turning them into a network of remotely controlled bots or zombies. നമ്മൾ ചില വെബ്സൈറ്റിൽ നമ്മൾ കാണാം ഒരു സോംബീസ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ റിമോട്ട് ബോട്ട്സ് പോലെയൊക്കെ കാണും. ഈ ആർക്ക് പ്രോസസ്സർ എന്ന് പറയുന്നത് ആർഗോനോട്ട് റിസ്ക് കോർ എന്നാണ്. ഇറ്റ് ഈസ് എ എംബഡഡ് പ്രോസസ്സർ. ഇത് നമ്മുടെ സ്മാർട്ട് ഡിവൈസസിനെ, ഈ ആർക്ക് പ്രോസസ്സേഴ്സ് കൊണ്ട് റൺ ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ് ഈ മിറായ് മാൽവെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ടേണിംഗ് ദം ടു എ നെറ്റ്വർക്ക് ഓഫ് റിമോട്ട്ലി കൺട്രോൾ ബോർഡ്സ്. അറ്റാക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ, ഇൻഫെക്റ്റ് ആവുന്നതിന് കൂടെ തന്നെ അതൊരു നെറ്റ്വർക്കായിട്ട് റിമോട്ട്ലി കൺട്രോൾ, അല്ലെങ്കിൽ സോംബീസ് നമ്മൾ അതെങ്ങനെയാണ് ഒരു കൂട്ടമായിട്ടാണ് പോകുന്നത്. സോ അതുപോലെയാണ് ഇതും. ദിസ് നെറ്റ്വർക്ക് ഓഫ് ബോർഡ്സ് കോൾഡ് എ ബോട്ട്നെറ്റ് is often used to launch distributed denial of service attacks. നമ്മൾ denial of service attacks എന്താണെന്ന് നോക്കി. In September 2016, Mirai malware launched a DDoS attack on the website of a well-known security expert. So 2016 ഈ Mirai malware ഒരു DDoS attack ഒരു well-known security expert വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. And application security, it encompasses measure or countermeasures that are taken during an application's development process to protect it from threats that can come through flaws in the app design, development, deployment, upgrade or maintenance. Next, information security. It is related to the protection of information from an unauthorized access to avoid identity theft and protect privacy. സോ എല്ലാ സെക്യൂരിറ്റിയും മെൻഷൻ ചെയ്യുന്ന സെയിം തിങ് ആണ്. നമ്മുടെ ഇൻഫർമേഷൻ തെഫ്റ്റിനും നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് ദ യൂസബിലിറ്റി, റിലയബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ദി നെറ്റ്വർക്ക്. ഡിസാസ്റ്റർ റിക്കവറി പ്ലാനിംഗ്. It is a process that includes performing risk assessment, establishing priorities, developing recovery strategies in case of an attack. ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, റിക്കവറി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഡിസാസ്റ്റർ റിക്കവറി പ്ലാനിങ്. സോ ഇറ്റ്സ് എ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് പെർഫോമിങ്, ഇറ്റ്സ് എ പ്ലാൻ. നീഡ് ഫോർ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിന് ആവശ്യം എന്തിനൊക്കെയാണ്? ഫോർ ഇൻഡിവിജ്വൽസിന് ആവശ്യമാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ആവശ്യമാണ്. ഫോർ ഇൻഡിവിജ്വൽസ്, ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ്, ഫോർ ഗവൺമെൻറ്. സോ ജസ്റ്റ് റീഡ് ചെയ്ത് വിടാം. For individuals, photos, videos and other personal information shared by an individual on social networking sites can be inappropriately used by others, leading to serious and even life-threatening incidents. So നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഫോർ ഇൻഡിവിജ്വൽസ് എന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇല്ലെങ്കിൽ അതർ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ unwantedly used by the hacking people, and it causes serious incidents in life, right? എത്രയോ പേർക്ക് ഇത് കാരണം ലൈഫ് കൂടെ ത്രെട്ടൻ ചെയ്യേണ്ട ഒരു, ലൈഫ് കൂടെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്.
സോ ഇറ്റ് ഈസ് ഫോർ ഇൻഡിവിജ്വൽസ്. ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ് അത് നമുക്കറിയാം. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡാറ്റ റിവീൽ ചെയ്യുന്ന സമയത്ത്, ഹാക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലോസ് ഓഫ് എംപ്ലോയീസ് ആണെങ്കിലും ശരി, ലോസ് ഓഫ് ക്യാഷ് ആണെങ്കിലും ശരി, ആൻഡ് അതിൻ്റെ പ്ലാനിങ് ഒക്കെ ലീക്ക് ആവുകയാണ്. സോ കമ്പനീസ് ഹാവ് എ ലോട്ട് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓൺ ദെയർ സിസ്റ്റംസ്. A cyber attack may lead to loss of competitive information such as patents or original works, loss of employees, customers, private data, resulting into a complete loss of public trust on the integrity of the organization. അപ്പോൾ നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ മേലെ പബ്ലിക്കിൽ ഉണ്ടാകുന്ന ആ ഡാറ്റാസ് ഒക്കെ പോകുന്ന സമയത്ത് ആ പബ്ലിക്കിൽ ആ ഓർഗനൈസേഷൻ്റെ മേലെ ഉണ്ടാകുന്ന ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആൻഡ് ഫോർ ഗവൺമെൻറ്, എ ലോക്കൽ, സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് മെയിൻറ്റെയിൻസ് huge amount of confidential data related to country, geographical, military, strategic assets, etc. and citizens. Unauthorized access to the data can lead to serious threats on a country. So threats on country എങ്ങനെയാണ്? ഇപ്പോൾ ഗവൺമെൻറ് കുറേ കോൺഫിഡൻഷ്യൽ ഡാറ്റ കൺട്രി ബേസ് ചെയ്തിട്ട്, ജോഗ്രഫിക്കൽ ബേസ് ആണെങ്കിലും മിലിറ്ററി സ്ട്രാറ്റജിക് ബേസ് ആണെങ്കിലും കുറേ കൺട്രി ബേസ്ഡ് കോൺഫിഡൻഷ്യൽ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ അതിനും സൈബർ സെക്യൂരിറ്റി ആവശ്യമാണ്. And international mechanisms. The International Telecommunication Union (ITU) is a specialized agency within the United Nations. So there is United Nations ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അതിൻ്റെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ to standardization and development of telecommunication and cyber security issues. Next, Budapest Convention on Cybercrime. It is an international treaty that seeks to address internet and computer crime, which is also known as cyber crime, by harmonizing national laws, improving investigative techniques, and increasing cooperation among nations. So നേഷൻസ് തമ്മിലുള്ള ഒരു യൂണിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴും, ഇൻവെസ്റ്റിംഗ് ടെക്നിക്ക് ഇംപ്രൂവ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോഴും, ആൻഡ് ഓൾസോ ബൈ നാഷണൽ ലോസ് അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്തൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് ബുഡാപെസ്റ്റ് കൺവെൻഷൻ ഓൺ ക്രൈം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st July 2004. India is not a signatory to this convention. So we have to note down that India is not a signatory to this convention. And Internet Governance Forum, IGF, it brings together all the stakeholders, that is stakeholders എന്ന് വെച്ചാൽ ഗവൺമെൻറ്, പ്രൈവറ്റ് സെക്ടർ ആൻഡ് സിവിൽ സൊസൈറ്റി ഓൺ ദ ഇൻ്റർനെറ്റ് ഗവേണൻസ് ഡിബേറ്റ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഇതാണ് ഇന്റർനെറ്റ് ഗവേണൻസ് ഫോറം. ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഫോറമാണ് ഇന്റർനെറ്റ് ഗവേണൻസ് ഫോറം. ഇറ്റ് വാസ് ഫസ്റ്റ് കൺവെന്റ് ഇൻ November 2006. നെക്സ്റ്റ് ലാസ്റ്റ് ഇന്റർനാഷണൽ മെക്കാനിസമാണ് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, വിച്ച് ഈസ് ICANN. ഇറ്റ് ഈസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതെന്തിനും റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ ഫോർ കോർഡിനേറ്റിംഗ് ദ മെയിൻ്റെനൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് സെവറൽ ഡാറ്റാബേസസ് റിലേറ്റഡ് ടു. സോ ഈ ഡാറ്റാബേസസിൻ്റെ പ്രൊസീജിയേഴ്സും മെയിൻ്റെനൻസും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ICAN. ആൻഡ് ഈ ഡാറ്റാബേസസ് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? നെയിം സ്പേസ്, ന്യൂമറിക്കൽ സ്പേസസ് ഓഫ് ദ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡാറ്റാബേസസ്, which ensuring the network stable and secure operation. So എല്ലാത്തിൻ്റെയും മോട്ടോ എന്താണ്? To stable and secure operation of network. It has its headquarters in Los Angeles, USA. ഇനി laws related to cyber security in India ഏതൊക്കെയാണെന്ന് നോക്കാം. Information Technology Act 2000. The act regulates use of computers, computer systems, computer network, and also data and information in electronic format. The act lists down among other things following as offenses: tampering with computer source documents, hacking with computer system, act of cyber terrorism, that is accessing a protected system with the intention of threatening the unity, integrity, sovereignty or security of country, cheating using computer resource. സോ നമ്മൾ ഈ ഇൻറ്റഗ്രിറ്റി, സോവറിനിറ്റി, സെക്യൂരിറ്റി ഓഫ് കൺട്രി നമ്മൾ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇന്ത്യ ബാൻ ചെയ്ത 59 ചൈനീസ് ആപ്സിൻ്റെ ബാൻ ചെയ്യുന്നതിൻ്റെ മോട്ടോ ഇതായിരുന്നു.
integrity, sovereignty, and security of country. So it is based on IT Act 2000. Strategies under National Cyber Policy 2013, creating a secure cyber ecosystem. ഈ നാഷണൽ സൈബർ പോളിസി 2013 സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈബർ എക്കോസിസ്റ്റം സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റിംഗ് മെക്കാനിസം ഫോർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് റെസ്പോൺസസ് ടു ദ സെയിം ത്രൂ നാഷണൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. ഇനി CERT എന്ന് വെച്ചാൽ നാഷണൽ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അതിൻ്റെ ഫങ്ഷൻ, it is a nodal agency for coordination of all cyber security efforts, emergency responses, and crisis management. In securing e-governance by implementing global best practices and wider use of public key infrastructure. So e-governance secure cheyanam, and it is certain function cheynathu nodal agency aayitana cyber security efforts inim emergency responses inim crisis management coordination ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് റീസൈലൻസ് ഓഫ് ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് ദ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ, അതിൻ്റെ ഷോർട്ട് ഫോം NCIIPC, ഓപ്പറേറ്റിംഗ് ആസ് ദ നോഡൽ ഏജൻസി. സോ NCIIPC ആണ് നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊട്ടക്ഷൻ ആൻഡ് റീസൈലൻസ് ഓഫ് ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NCIIPC നോഡൽ ഏജൻസി ഉള്ളത്. It has been created under IT Act 2000 to secure India's critical information infrastructure. It is based in New Delhi. Promoting cutting-edge research and development of cyber security technology. Human resource development through education and training programs to build capacity. Next challenges ഏതൊക്കെയാണെന്ന് നോക്കാം. Increased use of mobile technology and internet by people. Proliferation of internet of things and lack of proper security infrastructure in some devices. So cyber security face ചെയ്യുന്ന challenges ഏതൊക്കെയാണ്? മൊബൈൽ ടെക്നോളജി ഇപ്പോൾ ചെറിയ പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ, വയസ്സായ ആൾക്കാർ വരയ്ക്കും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഹാക്കിങ്ങും ഈ ഇൻസെക്യൂരിറ്റിയൊക്കെ കൂടുതലായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻക്രീസ് യൂസ് ഓഫ് മൊബൈൽ ടെക്നോളജി ഒരു വൺ ഓഫ് ദ ചാലഞ്ച്. proliferation of internet of things, which is IoT, and lack of proper security infrastructure in some devices. ചില ഡിവൈസസിൽ എല്ലാ മൊബൈൽ ഡിവൈസസിലും എല്ലാ സെക്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല. ചില ഡിവൈസസിലൊക്കെ പ്രോപ്പർ സെക്യൂരിറ്റി കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ചാലഞ്ച്. സൈബർ സ്പേസ് ഹാസ് ഇൻഹറൻറ്റ് വൾണറബിലിറ്റീസ് ദാറ്റ് cannot be removed. ചില കാര്യങ്ങൾ, ചില വീക്ക്നെസ് നമുക്ക് സൈബർ സ്പേസ് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓർ ചാലഞ്ച്. IT makes it relatively easy to misdirect attribution to other parties. It is generally seen that attack technology outpaces defense technology. So ഇത് ഡിഫൻസ് ടെക്നോളജീനെ മെയിൻലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. Lack of awareness on cyber security. Most of the people have no awareness about the cyber security. Lack of cyber security specialist. അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാനുള്ള സ്പെഷ്യലിസ്റ്റുകളില്ല. ഇൻക്രീസ്ഡ് യൂസ് ഓഫ് സൈബർ സ്പേസ് ബൈ ടെററിസ്റ്റ്. സോ ടെററിസ്റ്റ് ഈ സൈബർ സ്പേസ് യൂസ് ചെയ്യാൻ അതും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസെൻറ്റ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ്. സൈബർ സുരക്ഷിത് ഭാരത് ഇനിഷ്യേറ്റീവ് അത് ലോഞ്ച് ചെയ്ത് 2018 അതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് സൈബർ ക്രൈം ആൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റി ഫോർ safety measures for chief information security officers and frontline IT staff across all government departments. So government departments frontline ആയിട്ടുള്ള എല്ലാ IT സ്റ്റാഫ്സിനും ചീഫ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫീസേഴ്സിനും once again I will read it. It was launched in 2018. 2018 ഇത് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പ്രെഡ് അവയർനെസ്, സൈബർ ക്രൈമിൻ്റെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ചീഫ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും സിസോസ് ചീഫ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് മാത്രമല്ല
ഈ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഫ്രണ്ട് ലൈനിലുള്ള എല്ലാ IT സ്റ്റാഫ്സിനും വേണ്ടിയിട്ടും ഈ സേഫ്റ്റി മെഷേഴ്സ് ആവശ്യമാണ്. സോ അവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ സൈബർ സുരക്ഷിത് ഭാരത് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേഷൻ സെൻറ്റർ NCCC. In 2017, NCCC was developed. It is mandated is to scan internet traffic and communication metadata. Metadata എന്ന് വെച്ച് കഴിഞ്ഞാൽ which are little snippets of information hidden inside each communication. So ഓരോ കമ്മ്യൂണിക്കേഷനകത്തും ഹിഡൻ ചെയ്തിട്ടുള്ള ഒരു ലിറ്റിൽ സ്നിപ്പറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് ഈ metadata എന്ന് പറയുന്നത്. coming into the country to detect real-time cyber threats. So real-time cyber threatsനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ട്രാഫിക്കാണ് ഈ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. To scan internet traffic and communication metadata coming into the country to detect real-time cyber threats. കൺട്രിയിലോട്ട് വരുന്ന ഈ സൈബർ ത്രെഡ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NCCC ഉള്ളത്. നെക്സ്റ്റ്, സൈബർ സ്വച്ഛത കേന്ദ്ര. In 2017, this platform was introduced for internet users to clean their computers and devices by wiping out viruses and malware. മാൽവയറും വൈറസസും തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവൈസസിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സിലാണെങ്കിലും ഡിവൈസസിലാണെങ്കിലും ഉള്ള വൈറസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈബർ സ്വച്ഛത കേന്ദ്ര ഉള്ളത്. നെക്സ്റ്റ്, ട്രെയിനിങ് ഓഫ് 1.14 lakh persons through 52 institutions under Information Security Education Awareness Projects, that is ICEA. ഇതിൽ താഴെയുള്ള 52 ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള 1.14 lakh പേഴ്സൺസിന് ട്രെയിനിങ് കൊടുക്കുക. It is a project to raise awareness and to provide research, education and training in the field of information security. So the same thing ആണ്, അവയർനെസ് കൊടുക്കുക, റിസർച്ച് നടത്തുക, എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുക, ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലുള്ള ബേസ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കുക, ഇതൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, international cooperation. Looking forward to becoming a secure cyber ecosystem, India has joined hands with several developed countries like United States, Singapore, Japan, etc. So വലിയ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കോപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സെയിം തന്നെയാണ് അഗൈൻ മെൻഷൻ ചെയ്യുന്നത്, ടു സെക്യൂർ സൈബർ ecosystem. These agreements will help India to challenge even more sophisticated cyber threats. So that's the thing. Next, way forward. Real-time intelligence is required for preventing and containing cyber attacks. Real-time intelligence ആവശ്യമാണ്. Periodical backup of data is a solution to ransomware. So നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഡാറ്റാസ് ബാക്കപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. യൂസിങ് ransomware ഒരു സൊല്യൂഷനാണ് ഈ പീരിയോഡിക്കൽ ബാക്കപ്പ് ഓഫ് ഡാറ്റ. യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ പ്രിഡിക്റ്റിംഗ് ആൻഡ് അക്യുറേറ്റ്ലി ഐഡൻറ്റിഫൈയിങ് അറ്റാക്സ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക. യൂസിങ് നോളജ് ഗെയിൻ ഫ്രം ആക്ച്വൽ അറ്റാക്സ്. നമുക്ക് ഒരു വിക്ടിം അല്ലെങ്കിൽ അറ്റാക്ക് ഫേസ് ചെയ്ത ആളുമായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത് എന്നുള്ളത് നോളജ് ഗെയിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള എഫക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുക. അതാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നിരിക്കുന്നത്. Increased awareness about cyber threats for which digital literacy is required first. So നമുക്ക് മെയിനായിട്ട് എല്ലാവർക്കും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല, ഡിജിറ്റലി എല്ലാവർക്കും ഒന്നും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ അറിയാനുള്ള എഫേർട്ട് എടുക്കുക, അതിൻ്റെ അവയർനെസ് പ്രോഗ്രാം കൂട്ടിക്കൊടുക്കുക, അവയർനെസ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക, പോരാന്നുണ്ടെങ്കിൽ കൂടുതൽ അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് അവയർനെസ് അബൌട്ട് സൈബർ ത്രെറ്റ്സ്. India needs to secure its computing environment and IoT with current tools, patches, updates and best known methods in a timely manner. So computing environment India കുറച്ചും കൂടെ സെക്യൂർ ചെയ്യേണ്ട നീഡ് ഉണ്ട്. And IoT with current tools, patches and updates and best known methods. And innovative methods in timely manner അത്യാവശ്യമാണ്.
The need of the hour for Indian government is to develop core skills in cybersecurity, data integrity, and data security fields, while also setting stringent cybersecurity standards to protect banks and financial institutions. So the need of the hour of Indian government. ഇന്ത്യൻ ഗവൺമെൻറ്റിന് കോർ സ്കിൽസ് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയിൽ കോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള നീഡ് ആവശ്യമാണ്. ഐ മീൻ കോർ സ്കിൽസ് ആവശ്യമാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നോട്ട് ഓൺലി ഫോർ സൈബർ സെക്യൂരിറ്റി, വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദ ഡാറ്റ and data security fields while also setting stringent cyber security standards. നമ്മൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോട്ട് ഓൺലി ഫോർ ദാറ്റ്, എവറിത്തിങ് വി ഹാവ് ടു സെക്യൂർ ഫോർ റിലേറ്റിംഗ് ദ നെറ്റ്വർക്ക് സിസ്റ്റം. സോ ഇത്രയുമാണ് സൈബർ സെക്യൂരിറ്റി സിസ്റ്റം. ഞാൻ ഡെഫിനേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഐ മീൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ PIB ചെക്ക് ചെയ്യാം നമുക്ക്. PIB ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ ഇൻഫോർമേഷൻ തെറ്റാവാൻ ചാൻസസ് ഇല്ല. സോ PIB ചെക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ PIB ചെക്ക് ചെയ്യാവുന്നതാണ്.